മലയാള സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്ന ദിവസമാണ് ജനുവരി 25. വെള്ളിത്തിരയിൽ വാലിബൻ അവതരിക്കുന്ന ദിവസം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഇതിഹാസ ചിത്രമായി മാറുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ ഒരുപാട് ഫാൻ തിയറികൾ ചർച്ചയിലുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഫാൻ ഗ്രൂപ്പുകളിലും മൂവി ഗ്രൂപ്പുകളിലുമൊക്കെ വാലിബനെ പറ്റിയുള്ള ചർച്ചകൾ ഇടതടവില്ലാതെ നടക്കുകയാണ്. റിലീസ് കൂടി അടുത്തതോടെ ഇത്തരം കഥകൾ കൂടുതലായി പ്രചരിക്കുന്നുമുണ്ട്. ചിത്രത്തിൻ്റെതായി പുറത്തുവന്ന ഓരോ പ്രൊമോഷൻ മെറ്റീരിയലുകളും നാടോടി കഥകളിലെ കഥാപാത്രങ്ങളെയും പശ്ചാത്തലങ്ങളെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളവയായിരുന്നു. ചിത്രത്തിൽ മോഹൻലാൽ ഒരു ഗുസ്തി താരത്തിന്റെ വേഷത്തിലാണ് എത്തുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഏറ്റവും ആദ്യം വന്നത് ലോകപ്രശസ്ത ഫയൽവാനായ ദി ഗ്രേറ്റ് ഗാമയുടെ കഥയാണ് ഈ ഒരു ചിത്രം പറയുന്നത് എന്നതായിരുന്നു. പക്ഷേ വാലിബനിലെ മോഹൻലാലിന്റെ കഥാപാത്രം ദി ഗ്രേറ്റ് ഗാമയുടെ പുനർനിർമ്മിതി അല്ലെന്ന് പിന്നീട് നിർമ്മാതാവായ ഷിബു ബേബി ജോൺ തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. മുൻപ് ചിത്രത്തിൻ്റെതായി പുറത്തുവിട്ട ഒരു പോസ്റ്ററിൽ വലിയ കാൽപാദങ്ങൾ പതിഞ്ഞുകിടക്കുന്ന ഒരു ഭൂമിക കാണിച്ചിരുന്നു. ഇതോടെ വാലിബൻ എന്ന കഥാപാത്രം സാധാരണ ജനങ്ങളെക്കാൾ ഭീമാകാരനായ ഒരാളായിരിക്കുമെന്നും കഥകൾ പരന്നു. പിന്നീട് പുറത്തു വന്ന പോസ്റ്ററുകൾ ഈ വാദവും പൊളിക്കുകയായിരുന്നു. സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന കഥാപാത്രം തന്നെയാണ് വാലിബന്റേതെന്ന് പിന്നീട് പുറത്തു വന്ന ഗാനവും ഉറപ്പിച്ചിട്ടുണ്ട്. റിലീസ് അടുക്കുന്നതിനോടൊപ്പം പ്രേക്ഷകരുടെ ആകാംക്ഷയും ഇതോടെ കൂടുകയാണ്. ഇനി വെറും 8 ദിവസം മാത്രമാണ് മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിലെത്താൻ അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചിത്രത്തിന്റെ ഒരു സിനോപ്സിസ് കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. UAE-യിലെ ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആപ്ലിക്കേഷൻ വെബ്സൈറ്റിലാണ് ഈ സിനോപ്സിസ് നൽകിയിട്ടുള്ളത്. വോക്സ് സിനിമാസ് എന്നാണ് ഈ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റിന്റെ പേര്. സമയത്തെയും കാലങ്ങളെയും ഒക്കെ മറികടക്കുന്ന ഒരു യോദ്ധാവായാണ് മോഹൻലാലിന്റെ കഥാപാത്രമായ മലൈക്കോട്ടെ വാലിബൻ ഈ ചിത്രത്തിൽ എത്തുന്നത് എന്ന വിവരങ്ങളാണ് ഈ സിനോപ്സിസിൽ നൽകിയിട്ടുള്ളത്. ഒപ്പം മറ്റു ചില കഥാപാത്രങ്ങളുടെ പേരുകളും ഇക്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട്. വാലിബന്റെ പേര് പോലെ തന്നെ വ്യത്യസ്തമായ പേരുകളാണ് മറ്റ് കഥാപാത്രങ്ങൾക്കുമുള്ളത്. ചിന്നപ്പയ്യൻ, അയ്യനാർ, രംഗപട്ടണം, രംഗറാണി എന്നിങ്ങനെയാണ് ആ പേരുകൾ. ചമതകൻ എന്നാണ് വില്ലൻ കഥാപാത്രത്തിന്റെ പേരെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പേരുകൾ പോലെ തന്നെ വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവത്തിന് വേണ്ടിയാണ് ആരാധകരും സിനിമാ പ്രേമികളുമൊക്കെ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. റിലീസിന് മുന്നോടിയായി തന്നെ പലയിടത്തും വാലിബന്റെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 100ഓളം ഫാൻസ് ഷോകളും ചാർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം പോസ്റ്ററുകളും ഒരുങ്ങിയിട്ടുണ്ട്. 25-ന് രാവിലെ 6:30 മുതൽ ഫാൻസ് ഷോ ആരംഭിക്കുമെന്നാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഓവർസീസിലും മികച്ച സ്ക്രീൻ കൗണ്ടാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. 175-ൽ പരം സ്ക്രീനുകൾ ഓവർസീസിൽ വാലിബൻ ഇപ്പോൾ തന്നെ നേടിയിട്ടുണ്ട്. കേരളത്തിലും ചിത്രത്തിന് മികച്ച സ്ക്രീൻ കൗണ്ട് ഉണ്ടാകും. വാലിബന്റെ യൂറോപ്യൻ റിലീസ് മലയാള സിനിമയുടെ റെക്കോർഡായി മാറും എന്ന വിവരങ്ങളും മുൻപ് പുറത്തു വന്നിരുന്നു. 40ഓളം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് മലൈക്കോട്ടെ വാലിബൻ റിലീസിനൊരുങ്ങുന്നത്. IMDb ലിസ്റ്റിൽ 2024-ൽ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ കൂട്ടത്തിലുള്ള മലയാളത്തിലെ ഒരേയൊരു ചിത്രം മലൈക്കോട്ടെ വാലിബനാണ്. 20 സിനിമകളാണ് ഈ ലിസ്റ്റിലുള്ളത്. ഇതിൽ 13-ാം സ്ഥാനമാണ് വാലിബൻ സ്വന്തമാക്കിയിട്ടുള്ളത്.